കലാശക്കൊട്ടിന്റെ ആവേശത്തിനിടയിൽ ആലത്തൂരിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വാഹനത്തിന് നേരെ കല്ലേറ്. രമ്യ ഹരിദാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടകരയിലും കണ്ണൂരും 3 സംഘർഷമുണ്ടായി. കാസർഗോഡും എൽ.ഡി.എഫ് യു.ഡി.എഫ് പ്രവർത്തകർ ഏറ്റുമുട്ടി. കൊട്ടിക്കലാശം കത്തിക്കയറിയപ്പോൾ വടക്കൻ കേരളത്തിലും പലയിടത്തും കാര്യങ്ങൾ കൈവിട്ടു. കൊട്ടിക്കലാശം കഴിഞ്ഞതോടെയാണ് ആലത്തൂരിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വാഹനത്തിന് നേരെ കല്ലേറുണ്ടായത്. രമ്യ ഹരിദാസിനെയും അനിലക്കര എം.എൽ.എയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആദ്യത്തെ ഒരു ഏറ് നെഞ്ചത്ത് കൊണ്ട് പനിലേട്ടൻ വേഗം പറഞ്ഞു, ഉള്ള വണ്ടി നമ്മൾ പ്രചരണം നടത്തിയ വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു കുട്ടി അവരെ ഇറക്കി അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇരിക്കാൻ കയറുമ്പോഴത്തേക്ക് പുറകുന്ന് പിന്നെയും കല്ല് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ മുഴുവൻ ഏറ് അനിലേട്ടനും ഉണ്ട്. വടകര മണ്ഡലത്തിൽ 3 സംഘർഷമുണ്ടായി. വില്യാപ്പള്ളിയിൽ യു.ഡി.എഫ് എൽ.ഡി.എഫ് പ്രവർത്തകർ തമ്മിലുണ്ടായ കല്ലേറിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത യു.ഡി.എഫ് പ്രവർത്തകരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് യു.ഡി.എഫ് നേതാക്കൾ വടകര പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. കുറ്റ്യാടിയിലും എൽ.ഡി.എഫ് യു.ഡി.എഫ് പ്രവർത്തകർ തമ്മിൽ കല്ലേറുണ്ടായി. പേരാമ്പ്ര വല്യക്കോട് വെച്ച് കെ മുരളീധരന്റെ വാഹനവ്യൂഹവും തടഞ്ഞു. കാസർഗോഡ് പടന്നയിലും ഉദുമയിലും എൽ.ഡി.എഫ് യു.ഡി.എഫ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. രണ്ടിടത്തും പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. പടന്നയിൽ 2 പേർക്ക് പരിക്കേറ്റു. കണ്ണൂർ മട്ടന്നൂരിലും കലാശക്കൊട്ടിനിടെ കല്ലേറുണ്ടായതിനെ തുടർന്ന് 6 പേർക്ക് പരിക്കേറ്റു. കണ്ണൂർ നഗരത്തിൽ മുനീശ്വരൻ കോവിലിന് സമീപം ബി.ജെ.പി യു.ഡി.എഫ് പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് പോലീസ് വാഹനം തകർത്തു. പഴയങ്ങാടിയിലും യു.ഡി.എഫ് എൽ.ഡി.എഫ് സംഘർഷത്തെ തുടർന്ന് പോലീസ് ലാത്തി വീശി. കോഴിക്കോട് നഗരത്തിലും എൽ.ഡി.എഫ് യു.ഡി.എഫ് പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്.